ഓം ഗുരുവേ നമ ശിവായ. നമസ്തേ. കരിങ്കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തന്മാരിൽ രണ്ടാം സ്ഥാനത്തുള്ളതും 10 പ്രധാന കുട്ടികളിൽ ഒരാളുമായ കുട്ടിയാണ് കരിങ്കുട്ടി. കരിങ്കുട്ടിയെ സേവിക്കുമ്പോൾ കൂടെ എത്തുന്ന കുട്ടികളാണ് കരിങ്കുട്ടി, കൃഷ്ണക്കുട്ടി, മായൻകുട്ടി, ജ്വാലക്കുട്ടി. ഇവരെ പ്രത്യേക സേവ ചെയ്യേണ്ടതില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട കുട്ടിച്ചാത്തന്മാരെ സേവ ചെയ്യുന്നതിലൂടെ 390 കുട്ടികളും ഉപവർഗങ്ങളും ചേർന്ന് 1000-ഓളം ശക്തികൾ അജിതിനയിൽ വന്നു ചേരും. ഇപ്പോൾ കുട്ടിച്ചാത്തന്മാരുടെ തന്നെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അതിപ്പോൾ മലബാരമാണെങ്കിലും വേറെ ഏത് സമ്പ്രദായമാണെങ്കിലും പല രീതിയിലും പലരും പറയുന്നുണ്ട്. ഇതിൽ എനിക്കറിയുന്നത് ഞാൻ പറയുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കേരളത്തിൽ പൂർണ്ണമായും കുട്ടികളെ സേവ ചെയ്യുന്നവർ ഇല്ല. ഏത് പ്രശ്നത്തിലും മറയുണ്ടാവാനും വാഗ്വാദത്തിലും വ്യവഹാരങ്ങളിലും വിജയിക്കുവാനും ഈ മന്ത്രം നല്ലതാണ്. ശക്തിയും പ്രാധാന്യവും കേരള മന്ത്രവാദ പരമ്പരാഗത സങ്കല്പങ്ങളിൽ എടുത്തു പറയേണ്ട പ്രധാന അധീന ദേവതകളിൽ ഒന്നാണ് കരിങ്കുട്ടിച്ചാത്തൻ. ഉപദേവതകളും കരിങ്കുട്ടിച്ചാത്തൻ്റെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. കരിങ്കുട്ടിച്ചാത്തനെ പൂജിച്ച് സേവിക്കുന്നതിലൂടെ ഒരുപാട് ഗുണനേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് ഫലം കിട്ടുന്ന ഒരു മൂർത്തി കൂടിയാണ്. അതേപോലെ തന്നെ ക്ഷിപ്രകോപിയാണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഉപാസനയുടെ ഗുണങ്ങൾ എന്ന് പറയാം. ഏത് തരത്തിലുള്ള തടസ്സങ്ങളിലും പ്രതിസന്ധികളിലും പ്രതിരോധത്തിൻ്റെ സംരക്ഷണ മറ സൃഷ്ടിക്കുന്നു. തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, നിയമപരമായ വ്യവഹാരങ്ങൾ, അതായത് കേസുകൾ അങ്ങനെയുള്ളത് എന്നിവയിൽ വിജയം കൈവരിക്കാൻ ഒരുപാട് ഉപകാരപ്പെടുന്നു. സഹായപ്രദമാണ്. ശത്രുക്കളുടെ നാവും മനസ്സും അടക്കി അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ശത്രുക്കൾ എന്തെങ്കിലും നമ്മൾക്കെതിരെ പറയുകയാണെങ്കിൽ തന്നെ ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് മരവിപ്പിക്കും, അല്ലെങ്കിൽ മറന്നു കളയിപ്പിക്കും. അങ്ങനെ ഒരു ശക്തി കൂടെയുണ്ട് വിധിയായ വണ്ണം ഉപാസിക്കുകയാണെങ്കിൽ. ഇനി മൂലമന്ത്രം പറയാം. ഓം കൃഷ്ണായ കൃഷ്ണവർണ്ണായ കരിങ്കുട്ടിച്ചാത്തായ നമ. ഒന്നുകൂടി പറയാം. ഓം കൃഷ്ണായ കൃഷ്ണവർണ്ണായ കരിങ്കുട്ടിച്ചാത്തായ നമ. മറകെട്ട് മന്ത്രം. ഓം നമോ ഭഗവതി നല്ലച്ച, കരിങ്കുട്ടിയച്ച, ഞാൻ പിറന്ന മണ്ണെ, പരദേവതകളെ, കരിങ്കുട്ടി, കൃഷ്ണക്കുട്ടി, മായൻകുട്ടി, ജ്വാലക്കുട്ടി, നാവടങ്ങി, മനമടങ്ങി, അരജർ നാവടങ്ങി, ദേവകൾ നാവടങ്ങി, പ്രേതം നാവടങ്ങി, മാറ്റാനും മറുതലയും നാവടങ്ങി, 12 രാശികളും 9 ഗ്രഹങ്ങളും 108 പരലും മറഞ്ഞു ശ്രീ കൈലാസം തുള്ളി മറകെട്ടി നിൽക്ക. നല്ലച്ച, പൊൻതിരുവടി പാദം സത്യം, ഈ പ്രശ്നം തെളിയിക്കാതെ നിൽക്ക. പരമ്പൊരുളെ ഓം ഹ്രീം നമ ശിവായ കിരാത പുരുഷോ നമ. ഒന്നുകൂടി പറയാം. മറകെട്ട് മന്ത്രം. ഓം നമോ ഭഗവതി നല്ലച്ച, കരിങ്കുട്ടിയച്ച, ഞാൻ പിറന്ന മണ്ണെ, പരദേവതകളെ, കരിങ്കുട്ടി, കൃഷ്ണക്കുട്ടി, മായൻകുട്ടി, ജാലൻകുട്ടി, നാവടങ്ങി, മനമടങ്ങി, അരജറ നാവടങ്ങി, ദേവകൾ നാവടങ്ങി, പ്രേതം നാവടങ്ങി, മാറ്റാനും മറുതലയും നാവടങ്ങി, 12 രാശികളും 9 ഗ്രഹങ്ങളും 108 പരലും മറിഞ്ഞു ശ്രീ കൈലാസം തുള്ളി മറകെട്ടി നിൽക്ക. നല്ലച്ച, പൊൻതിരുവടി പാദം സത്യം, ഈ പ്രശ്നം തെളിയിക്കാൻ നിൽക്ക. പരമ്പരയുടെ ഓം ഹ്രീം നമ ശിവായ കിരാതവ പുരുഷേ നമ. ഇത് മറകെട്ട് മന്ത്രമാണ്. ഇതിലെ മൂലമന്ത്രം 108 പ്രാവശ്യം, മറകെട്ട് മന്ത്രം 16 പ്രാവശ്യം ചൊല്ലണം. സിദ്ധി വരുത്തി മൂലമന്ത്രം ചൊല്ലി സിദ്ധി വരുത്തിയതിന് ശേഷമാണ് മറകെട്ട് മന്ത്രം ചൊല്ലേണ്ടത്. ആവശ്യം പറയണം മന്ത്രം ജപിച്ച് കഴിഞ്ഞിട്ട്. മന്ത്രജപത്തിന് ശേഷം തിരിച്ച് ഗുരുക്കളിലോട്ടും പിതൃക്കളിലോട്ടും മന്ത്രം തിരിച്ച് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് വേണം ജപത്തിന് ശേഷം അവിടെ നിന്ന് എണീക്കുക. ജപകാലയളവിൽ 41 ദിവസം ഒരു മണ്ഡലം ജപകാലയളവിൽ സ്ത്രീകളോടും
പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പ്രായമായ ഏതൊരു ആൾക്കാരിലോടും മാതാപിതാക്കളോടൊത്തും കുട്ടികളുടെ അടുത്തും അവർക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിൽ വിഷമങ്ങൾ പറ്റുന്ന രീതിയിൽ ഒന്നും പറയാനോ വഴക്കിനോ പോകരുത്. അത് നമ്മളുടെ സാധനയെ ഒരുപാട് തടസ്സപ്പെടുത്തും. ഒരുപാട് സമ്പ്രദായങ്ങളിലുണ്ട് കരിങ്കുട്ടി സ്വാമിയുടെ കരിങ്കുട്ടി ചാത്തൻ്റെ മന്ത്രങ്ങൾ. നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ ഇതിനോട് ചേർക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഓരോരുത്തരുടെ സമ്പ്രദായം ഓരോ വ്യത്യാസമുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം അറിയുകയാണെങ്കിൽ, അറിയുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്ത് പറയുക. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വരാം, അതുകൊണ്ടാണ്.